പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പോലീസ് കസ്റ്റഡിയിൽ പീഡനത്തിനിരയായ ബിന്ദു എന്ന ദളിത് യുവതിയുടെ വീട് ഞാനിന്ന് സന്ദർശിക്കുകയുണ്ടായി. ബിന്ദുവിന്റെ ഭർത്താവും മക്കളും ബന്ധുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. നെടുമങ്ങാട് താലൂക്കിലെ പനവൂർ പഞ്ചായത്തിൽപ്പെട്ട പനയമുട്ടത്താണ് ബിന്ദു താമസിക്കുന്നത്. ലൈവ് മിഷനിൽ കിട്ടിയ ഒരു വീട്ടിലാണ് ആ കുടുംബം താമസിക്കുന്നത്. വീട്ടിൽ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് രണ്ട് പെൺമക്കളെയും അതോടൊപ്പം തന്നെ ഭർത്താവും മറ്റു ബന്ധുക്കളെയുമൊക്കെ നോക്കി ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട ദളിത് യുവതിക്ക് പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനവും വംശീയ അധിക്ഷേപവും ഒരിക്കലും വച്ചുപൊറുപ്പിക്കാവുന്നതല്ല. അത് സാംസ്കാരിക കേരളത്തിന് അപമാനകരമായ ഒരു സംഭവമാണ്. മുഖ്യമന്ത്രി തന്നെ പോലീസിന് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി പോലീസിന് വീഴ്ച പറ്റി എന്ന കാര്യം പരസ്യമായി സമ്മതിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ നീതി ലഭിക്കാതെ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തപ്പോൾ വളരെ പുച്ഛത്തോടു കൂടിയാണ് ആ ദളിത് യുവതിയോട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പെരുമാറിയതെന്നാണ് അവർ പറഞ്ഞത്. കൊടുത്ത പരാതി തുറന്നു നോക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നു മാത്രമല്ല, മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമുണ്ടായി. പി ശശി പറഞ്ഞത് മോഷണം നടത്തിയാൽ പോലീസ് അന്വേഷിക്കും, സ്റ്റേഷനിൽ പോകേണ്ടി വരും, കേസൊക്കെ ഉണ്ടാകും എന്ന രീതിയിലാണ് പറഞ്ഞത്. അതേസമയം മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ആ പരാതി വായിച്ചു നോക്കിയില്ല എന്നുള്ളത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായ ഒരു വീഴ്ച എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ പരാതി വായിച്ചു നോക്കാനുള്ള കാലതാമസമുണ്ടായി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു പരാതി പൊളിറ്റിക്കൽ സെക്രട്ടറി കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം DGPയോ അതുപോലെ സമാനമായ പോലീസ് ഉദ്യോഗസ്ഥനെയോ വിളിച്ച് ഈ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തണം, റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതിന് പകരം പരാതിക്കാരിയെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് പോലും ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കും നേരിടേണ്ടി വന്ന കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും ഒന്നൊന്നായി ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തലശ്ശേരിയിലെ കുറ്റിമാക്കുള്ളിൽ 2 ദളിത് യുവതികളെയും ഒരു പിഞ്ചുകുഞ്ഞെയും ലോക്കപ്പിലടച്ച ഒരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. അതിനുശേഷം പാവറട്ടിയിലെ വിനായകൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ദളിത് യുവാവിനെ പോലീസിൽ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. ആ മർദ്ദനത്തെ തുടർന്ന് ആ യുവാവ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ വയനാട്ടിൽ ഇതുപോലെ സമാനമായ സംഭവം ഉണ്ടായി. തെന്മലയിൽ ഇത് സമാനമായ സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ സംഭവിച്ചത് ഡസൻ കണക്കിന് സംഭവങ്ങളാണ്. പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന്, ക്രൂരമായ അധിക്ഷേപത്തിന്, പോലീസിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിന് ഇരയാകേണ്ടി വന്നിട്ടുള്ളത് കേരളത്തിലെ ദളിത് വിഭാഗങ്ങളാണ്. ഈ സർക്കാർ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഇതുവരെ ദളിത് വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ഭരണഘടനാപരമായ സംരക്ഷണം പോലും ലഭിക്കാത്തൊരു അവസ്ഥയാണ്. ദളിത് വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയുവാൻ നോക്കുവാൻ ഒരു മന്ത്രി പോലും ഇന്ന് സംസ്ഥാന ഗവൺമെന്റിലോ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പേരൂർക്കടയിലുണ്ടായ സംഭവം, ആ യുവതിക്കുണ്ടായ മാനഹാനി, അപമാനം, കള്ളിയെന്നും അതുപോലുള്ള മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് 20 മണിക്കൂർ സമയം പോലീസ് സ്റ്റേഷനിലിരുത്തി ആ യുവതിയോട് കാണിച്ച നീചവും നിന്ദ്യവുമായ പെരുമാറ്റം ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഈ ശക്തമായ പ്രതിഷേധം വന്ന സാഹചര്യത്തിൽ ഈ പോലീസുകാരെ ഒരു സസ്പെൻഷനിലൂടെ അല്ലെങ്കിൽ ASI അതുപോലെ റൈറ്റർ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് പൂർണ്ണമായും പിരിച്ചുവിടണം. ഇവരെ പോലീസിൽ ഡിപ്പാർട്ട്മെന്റിൽ തുടരാൻ അനുവദിക്കരുത് എന്നു മാത്രമല്ല, ഉന്നതതല അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ അയക്കേണ്ട
ഒരു കേസാണ്. അത്രയ്ക്കും ഗുരുതരമായ ഒരു സംഭവമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ നടന്നിരിക്കുന്നത്. ആ പാവപ്പെട്ട ദളിത് യുവതിക്ക് ഉണ്ടായ മാനഹാനിയും അപമാനവും, പോലീസിൽ നിന്നുണ്ടായ മാനഹാനിയും അപമാനം, അതോടൊപ്പം തന്നെ വളരെ മോശമായ പെരുമാറ്റം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കണം. 10 ലക്ഷം രൂപയിൽ കുറയാത്ത നഷ്ടപരിഹാരം അടിയന്തരമായി ആ ദളിത് യുവതിക്കും അവരുടെ കുടുംബത്തിനും നൽകുവാൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറാകണം. അതല്ലെങ്കിൽ ഇതിനുവേണ്ടിയുള്ള നിയമപോരാട്ടം നടത്തുവാൻ അവർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ നിയമ പോരാട്ടത്തിൽ ഞങ്ങളും അവരോടൊപ്പം ഉണ്ടാവും. അവർക്കെല്ലാ നിയമപരമായ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ തീർച്ചയായും ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും ഉണ്ടാകുമെന്ന് ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ 4ാം വാർഷികം ആഘോഷിക്കുന്ന 2ാം പിണറായി സർക്കാരിന്റെ ശോഭ കെടുത്തിയ ഒരു സംഭവമാണ് പേരൂർക്കടയിലുണ്ടായത്. കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. ഈ മന്ത്രിസഭയ്ക്ക് 4ാം വാർഷികം ആഘോഷിക്കുവാൻ എന്താണ് അവകാശമുള്ളത്? ഇതുപോലെയുള്ള പാവപ്പെട്ട പട്ടികജാതിയിൽപ്പെട്ട ദളിത് യുവതിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ച, ഇത്തരത്തിൽ മോശമായി പെരുമാറിയ, അതോടൊപ്പം തന്നെ ചെയ്യാത്ത കുറ്റത്തിന് 20 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ച് വെള്ളം ദാഹിച്ചപ്പോൾ, കുടിവെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി അവിടെ മലമൂത്ര വിസർജനത്തിനായി ഉപയോഗിക്കുന്ന വെള്ളമെടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണം കെട്ട ഏറ്റവും മോശപ്പെട്ട ഒരു സമീപനമുണ്ടായ ഈ സംസ്ഥാനത്തിലെ ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് 4ാം വാർഷികം ആഘോഷിക്കുന്നത്? ഇവിടുത്തെ പാവപ്പെട്ട ദളിതർക്കോ ആദിവാസികൾക്കോ എന്ത് രക്ഷയാണ് ഈ ഗവൺമെന്റ് കീഴിൽ ഉള്ളത്? ഇത്തരം സമീപനങ്ങളും ഇത്തരം പെരുമാറ്റങ്ങളും ഇത്തരം നടപടികളുമല്ലേ പോലീസിന്റെ ഭാഗത്തുനിന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും ഇവിടുത്തെ പാവപ്പെട്ട ദളിത് ഭാഗങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഗവൺമെന്റ് ഇത് ലാഘവത്തോടുകൂടി കാണുകയാണ്. ഇതിന് ശക്തമായ തിരിച്ചടി തീർച്ചയായും ഈ വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ ഗവൺമെന്റിനോട് പറയുന്നു, മുഖ്യമന്ത്രിയോട് പറയുന്നു, ഇത് അങ്ങനെ എഴുതിത്തള്ളേണ്ട ഒരു കാര്യമല്ല. ഇത് മുഖ്യമന്ത്രി കൈകഴുകേണ്ട ഒരു പ്രശ്നമല്ല. അത് പോലീസിന് വീഴ്ച പറ്റിയെന്ന് കേവലം പറഞ്ഞ് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയെന്നുള്ള വാക്കുകൾ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഭവമല്ല. അതുകൊണ്ട് ഈ സാംസ്കാരിക കേരളത്തിലേറ്റ ഏറ്റവും വലിയൊരു അപമാനമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പോലീസുകളുടെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് അവിടുത്തെ SI, SHO, അതോടൊപ്പം തന്നെ റൈറ്റർ ഉൾപ്പെടെയുള്ള അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള എല്ലാവരെയും എതിരെ നടപടിയുണ്ടാകണം. ഉത്തരവാദികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതോടൊപ്പം തന്നെ അവരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്ത് അവരെ റിമാൻഡ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഒരു ഭാഗത്ത് വേടന് കൈ കൊടുക്കുന്നു, ചേർത്ത് പിടിക്കുന്നു, ഇതിൽ ഇരട്ടത്തപ്പുറം മറുഭാഗത്ത് ഇങ്ങനെ സംഭവിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമുക്കറിയാം അട്ടപ്പാടിയിലെ മധുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ സ്വീകരിച്ച നിലപാട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലെ പ്രതികളെ എല്ലാം രക്ഷിക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. അതിനുശേഷം നമുക്കറിയാം വാളയാറിലെ പെൺകുട്ടികളുടെ കേസുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ പിണറായി വിജയൻ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. വണ്ടിപ്പെരിയാറിൽ പാവപ്പെട്ട 6 വയസ്സ് മാത്രമുള്ള പിഞ്ച് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച DYFI നേതാവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി എത്ര തരംതാണ നടപടികളാണ് ഈ ഗവൺമെന്റ് ഭാഗത്തുണ്ടായത്. അതോടൊപ്പം തന്നെ ഏത് സംഭവങ്ങളിലും പ്രതികൾ ഇടതുപക്ഷമാണെങ്കിൽ അല്ലെങ്കിൽ CPM ആണെങ്കിൽ DYFI ആണെങ്കിൽ അവരെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും അതിനുവേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഒരു നീതി ലഭിക്കാത്ത ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഇവിടെ വേടന്റെ പ്രശ്നം പറഞ്ഞു. തീർച്ചയായും സംഘപരിവാറും അതുപോലെ തന്നെ CPM-ഉം ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ, അവരെ അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന കാര്യത്തിൽ ഈ 2 വിഭാഗങ്ങളും LDF ആകട്ടെ, മാർക്സിസ്റ്റ് അതിന് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആകട്ടെ, അതുപോലെ തന്നെ BJP ആകട്ടെ, ഇവർ 2 പേരും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. വേടൻ എന്ന കലാകാരന് നേരെ സംഘപരിവാർ ആക്രോശം മുഴക്കുന്നു. RSSന്റെ മുഖപത്രമായ കേസരിയുടെ എഡിറ്റർ അടുത്ത കാലത്ത് നടത്തിയ പരാമർശങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹിന്ദു ഐക്യവേദി നേതാവായ ശശികല ടീച്ചർ വേടനെതിരെ പറഞ്ഞിരിക്കുന്ന വളരെ മോശമായ പദപ്രയോഗങ്ങൾ. അപ്പോൾ ഇത് 2 വിഭാഗങ്ങളും, ഒരു വശത്ത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷവും മറുവശത്ത് കേന്ദ്രം ഭരിക്കുന്ന BJP-യും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട്, അതിലെ കലാകാരന്മാരോട്, അതോടൊപ്പം തന്നെ കായിക താരങ്ങളോട്, അതുപോലെ ഉദ്യോഗസ്ഥന്മാരോട്, ജനപ്രതിനിധികളോട് എല്ലാവരോടും ഒരേ സമീപനമാണ് ഈ 2 കൂട്ടരും സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയായ ബിന്ദുവിന് നേരെയുണ്ടായ അതിക്രമങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ വേടൻ എന്ന കലാകാരന് നേരെ കടന്നാക്രമണം നടത്തുവാൻ സംഘപരിവാർ മുന്നോട്ട് വന്നിരിക്കുന്നു. വേടന്റെ കലാവൈഭവങ്ങളെയും
അംഗീകരിക്കുന്നതിന് പകരം ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയൊരു തരംഗമായി മാറിയ വേടൻ, അതോടൊപ്പം മറ്റൊരു കലാകാരനും കഴിയാത്ത തരത്തിൽ ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ആളുകളെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കലാകാരൻ ദളിത് വിഭാഗത്ത് ഉയർന്നു വന്നപ്പോൾ ആ കലാകാരനെ അംഗീകരിക്കുന്നതിന് പകരം, ആ കലാകാരന് പിന്തുണ കൊടുക്കുന്നതിന് പകരം അയാളെ ജാതീയമായി ആക്ഷേപിക്കുന്ന, അയാളുടെ കലയും അയാളുടെ ഈ രംഗത്തുള്ള പ്രാഗൽഭ്യത്തെയും അയാൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ കലാകാരനെ കടന്നാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ സംഘടനകളുടെ നീക്കം എന്ത് വില കൊടുത്തും കേരളത്തിന്റെ പൊതുസമൂഹം ചെറുക്കും എന്ന് ഈ അവസ്ഥയിൽ പറയാൻ ആഗ്രഹിക്കാം.